ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനൂസ് റെസിപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം രാത്രി ഒരു 2:30 മണിയാണ് കേട്ടോ. ഈ സമയത്ത് ഇപ്പോൾ എങ്ങോട്ടാ അവൾ കെട്ടിപ്പുറക്കി പോകണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ ഇടയായിട്ട് ഞങ്ങൾ വീട് മാറാൻ പോവുകയാണ്. ഇപ്പോൾ നിൽക്കുന്ന റൂമിൽ നിന്നും ഞങ്ങൾ വേറൊരു റൂമിലോട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത് തന്നെയാണ് ഇതാണ് കാക്കു നിൽക്കുന്ന കട. അപ്പോൾ ആ കടൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡിന് പോയി കഴിഞ്ഞാൽ ഒരു 3-4 ബിൽഡിംഗ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് താമസിക്കാൻ പോകുന്ന വീട് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളതിൽ ക്ലീനിങ്ങിനൊക്കെ ആയിട്ടാണ് പോണത്. വൈകാതെ തന്നെ നമ്മൾ അങ്ങോട്ട് മാറണത് ഇരിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രധാന കവാടം ഗൈസ്, പ്രധാന കവാടം. അപ്പോൾ ഇതൊക്കെ തള്ളി തുറന്നിട്ട് ഞങ്ങളൊന്ന് ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ കാണിച്ചു തരുന്നതാണ്. വീണ്ടും ഓർക്കുക, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. മുറ്റത്തൊക്കെ നിറച്ച പ്രാവും കഷ്ടമൊക്കെ ഉണ്ട് ഗൈസ്. പ്രാവുകളുടെ ഒരു കൂട് തന്നെയാണ് ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയണത്. അപ്പോൾ വലതുകാലിൽ ബിസ്മില്ല ചെല്ലി കയറട്ടെ എന്തായാലും. അപ്പോൾ ഇതാണൊരു കുഞ്ഞ് ഹാള്. ഇതാണിപ്പോൾ നമുക്കുള്ളൊരു റൂമെന്ന് പറയണത്. അപ്പോൾ ഇതുമ്മയൊക്കെ ഈ കർട്ടനുമൊക്കെ മാറാല പെടില്ല, മറ്റേ പൊടികൾ. എങ്ങനത്തെ പൊടിയാന്ന് പറഞ്ഞാൽ അജാതി പൊടിയായിരുന്നു ഗൈസ്. അതുപോലെ എ സിൻ്റെ ഉള്ളിലും ഒക്കെ ഈ ലൈറ്റും ബൾബുമൊക്കെ നിറച്ച് പൊടി എന്ന് പറഞ്ഞാൽ നിറച്ച് പൊടി. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തട്ടിത്തൂത്ത് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ പിന്നെ ഈ ഒരു റൂമാണ്. ഇവിടെ ഒരു ഫാമിലിയും കൂടി താമസിക്കുന്നുണ്ട്. ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീയും അവരുടെ ഭർത്താവുമാണ്. അപ്പോൾ അവരുടെ റൂമാണ് അത്. പിന്നെ ഇതാണ് ഒരു ബാത്റൂം ഉള്ളത്. ബാത്റൂമിൻ്റെ അവസ്ഥ ശോചനകരമാണ്. പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ഒരു കിച്ചണായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഒരു സ്റ്റൗവും അതുപോലെ ഒരു 3-4-5 പാത്രങ്ങളൊക്കെ ആയിട്ടാണ് അവരുടെ കിച്ചണായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഡോറ് കാണുന്നില്ലേ, ഇത് തന്നെ പോയി കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, സ്റ്റെയർ കയറിയിട്ട് മുകളിൽ പോയാലും ഒരു 4-5 റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ മേലെ. നമുക്ക് ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അറിയില്ല. പറ്റുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു കിടിലൻ കിച്ചൺ തന്നെ ഉണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ആയിട്ട്, ഇവിടെ ലൈറ്റ് ഇല്ല, ബൾബില്ല. അപ്പോൾ അവിടെ ഒരു മജ്ലിസ് പോലെയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാണ്. ഇവിടുത്തെ അടുക്കള ഇതാണ് കേട്ടോ, കിടിലൻ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗായ്സ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്പേസൊക്കെ നോക്കി നോക്കുകയാണെങ്കിൽ എത്ര നമുക്ക് എന്താ പറയുക, ഈ കബോർഡുകളും കാര്യങ്ങളൊക്കെ. പിന്നെ അതൊരു പെട്ടി നിറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ചില്ലിൻ്റെ പാത്രങ്ങളും അതുപോലെ പൊട്ടുന്ന ഗ്ലാസ്സൊക്കെയാണ്. പിന്നെ കണ്ടോ നല്ലൊരു കിഡിലൻ ഓവൻ തന്നെ ഉണ്ട് ഗൈസ്, വലിയൊരു ഓവൻ തന്നെ. ഞാനിത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ നേരിട്ട് കാണുന്നത് കേട്ടോ. ഫോണിലും ടി വിയിലൊക്കെ അല്ലാതെ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. പിന്നെ അത് ഇതുപോലൊരു ഇതും കൂടെ ഉണ്ട്. അവിടെയും തന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനെ പോയിക്കാൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊരു ഓപ്പൺ ജനലാണ്. അതൊരു ഒരു കുഞ്ഞ് ഖുറാനൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അതൊരു ബാത്റൂമാണ്. അവിടെ ഒന്നും ലൈറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ പോട്ടെ. പിന്നെ അത് വേറൊരു റൂമാണ് കേട്ടോ. പിന്നെ ഇതും അത്യാവശ്യം നല്ല വലിയ റൂമുകളാണ് കേട്ടോ. നമ്മൾ കിടക്കുന്ന റൂം മാത്രമേ എന്നാലും പിന്നെയും ചെറുതായിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഇതാണ് ഇവിടെ എന്തൊക്കെ കണക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ക്ലീനിങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ. അപ്പോൾ കണ്ടോ പൊടികൾ കൂട്ടിയിട്ടിരിക്കണ കണ്ടില്ലേ, കുറേ മേൽഭാഗത്തൊക്കെ തട്ടിക്കൂട്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ പാടൊന്ന് എന്താ പറയുക, തുടച്ച് പഠിച്ച് കളയണം. അപ്പം ഇന്ന് ഇത്തിരി പണിയുണ്ട് ഗൈസ്. അതൊക്കെ കഴിയുമ്പോഴേക്കും ഞാനൊരു പരിവാകും. അപ്പോൾ ഇതാ ക്ലീനിങ്ങിന് ഇടയ്ക്ക് എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒരു വാളാണ് ഗൈസ്. വലിയൊരു വാളഞ്ഞ് നമ്മൾ കണ്ടില്ലേ രാജാവിൻ്റെ ഒക്കെ ഇവിടുന്ന് ഇങ്ങനെ ഉറയുന്ന വാളു വലിച്ചൂരിയുന്നത്, അതുപോലത്തെ ഒരു വാളഞ്ഞിന്. പക്ഷെ അതൊക്കെ സ്വർണ്ണ കളറിലല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതൊരു സിൽവർ കളറുള്ളൊരു വാള്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ എന്തായാലും അത് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആർക്കെങ്കിലും എൻ്റെ സ്വഭാവം കണ്ടിനെ വെട്ടാൻ തോന്നിയാലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു, പൊടി തട്ടൽ കഴിഞ്ഞു. വെള്ളം ഒഴിച്ച് വൈപ്പർ കൊണ്ട് വൈപ്പ് ചെയ്തെടുത്തിട്ട് തുടച്ചെടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ലോണം പൊടിയും കച്ചറകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ വാതിലുകളുടെ അപ്പുറം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ നമുക്ക് അലൗഡ് ആണോ എന്നറിയില്ല. ആ കിച്ചൺ നമുക്ക് അലൗഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കിച്ചണിൻ്റെ പോണ ഏരിയയിലൊന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടി വരും. ഇനിയിപ്പോൾ ആ കിച്ചൺ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതന്നെ ആയിരിക്കട്ടെ നമ്മളെ കിച്ചണ്. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ വെച്ചാൽ പറ്റിനടത്തോളം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ഷീണിച്ചിട്ടുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. മുറ്റത്ത് എത്തിയിട്ട് അധികം തന്നെ പണിയുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം മുക്കി കൊണ്ടുപോകൊക്കെ വേണം. അപ്പോൾ അതിനൊന്നും വെയ്യാ തോന്നി. അപ്പോൾ പിന്നെ എന്തായാലും അതിന് നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ മറ്റു ഭാഗങ്ങളുണ്ടല്ലോ, അതായത് മുകൾ ഭാഗമൊക്കെ ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ഇടുന്നതായിരിക്കാം. അപ്പോൾ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം. ടാറ്റാ.